പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന ധ്യാന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ സമയം പിതാക്കന്മാർ ഈ ഞായറാഴ്ചത്തേക്ക് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശന പെരുന്നാളാണ്. ഫെബ്രുവരി 2-ാം തീയതി മായൽത്തോ ഞായറാഴ്ചയാണ്. നമുക്ക് നമ്മുടെ കർത്താവിനെ ഓർക്കുവാനും ധ്യാനിക്കുവാനും പ്രത്യേകിച്ച് കർത്താവിൻ്റെ കുഞ്ഞുനാളിലെ അനുഭവങ്ങളൊക്കെ നമുക്ക് ധ്യാനിക്കുവാനുമൊക്കെ ദൈവം അവസരമൊരുക്കി തന്നിരിക്കുകയാണ്. ഇന്നത്തെ വായനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സന്ധ്യാവായന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 35 വരെ വാചനങ്ങളും പ്രഭാതത്തിൻ്റെ വായനയും അതേ വായന ക്രമീകരിച്ചിരിക്കുകയാണ്. പഴയ നിയമ വായന വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ളത് ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ വാക്യങ്ങളും 22-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെ വാക്യങ്ങളുമാണ്. പഴയ നിയമ വായന രണ്ടാമത്തേത് 2 ശമൂവേൽ 5-ൻ്റെ 1 മുതൽ 6 വരെ വാക്യങ്ങളും 17 മുതൽ 21 വരെ വാക്യങ്ങളുമാണ്. ഏശയ്യാ പ്രവചനം 3-ാമത്തെ വായനയാണ്. 10-ാം അധ്യായം 33 മുതൽ 11-ാം അധ്യായം 10 വരെ വാക്യങ്ങളാണ്. കുർബാനയുടെ ലേഖനങ്ങളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം 10 മുതൽ 23 വരെ വാക്യങ്ങളും എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെ വാക്യങ്ങളുമാണ്. വിശുദ്ധ കുർബാനയുടെ എവൻഗേലിയോൻ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 40 വരെ വാക്യങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഈ വായനകളെക്കുറിച്ച് ധ്യാനിക്കുവാനും ഇത് പങ്കുവെക്കുവാനും നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇടപെടണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധരം തുറക്കുമ്പോൾ സത്യവചനം പ്രസംഗിക്കുവാൻ കൃപ നൽകണമേ. വചനം കേൾക്കുന്ന മക്കൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി തീരുവാനിടയാകണമേ. ഈ ഞായറാഴ്ചത്തെ വായന അങ്ങയുടെ ദേവാലയ പ്രവേശനം അങ്ങേ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങേ ദേവാലയത്തിൽ പ്രവേശിപ്പിച്ച ആദ്യജാതനെ സമർപ്പിക്കുന്ന ആ ഭാഗമാണല്ലോ കർത്താവേ. ആ ഭാഗം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ജനിച്ച കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാമോദീസായ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹവും വാത്സല്യവും ആ കുഞ്ഞുങ്ങളിൽ ധാരാളമായി ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രസവാനന്തര ശുശ്രൂഷകളായിരിക്കുന്ന എല്ലാ അമ്മമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ വെടിപ്പോടെ ദേവാലയത്തിൽ പ്രവേശിക്കുവാനുള്ള കൃപാവരം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, യോസേപ്പിതാവേ, ഒരു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന അനുഭവം, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ആനന്ദം നിങ്ങൾ അനുഭവിച്ചതുപോലെ ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ ആനന്ദവും ആത്മീയ സന്തോഷവും ഇന്നത്തെ ദമ്പതിമാർക്ക് നൽകി കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ. അമ്മയുടെ വിലയേറെ മധ്യസ്ഥം ഈ ദമ്പതികളുടെ മേലുണ്ടായിരിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടെടുത്താം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, ലേവ്യർ പുസ്തകം സന്ധ്യാവായനയും പ്രഭാത വായനയും ഒരേ വായന തന്നെയായതുകൊണ്ടും എവൻഗേലിയോൻ ആ വായനയുടെ തുടർച്ചയായതുകൊണ്ടും 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് എവൻഗേലിയോൻ വായനയും സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും എല്ലാം കൂടി ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് അവസാന ഭാഗം എവൻഗേലിയോൻ്റെ ഭാഗത്ത് വരുമ്പോൾ വ്യാഖ്യാനിക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു. വിശുദ്ധ കുർബാനയ്ക്കുമുള്ള പഴയ നിയമ വായനയിൽ ലേവ്യർ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളിലാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ഒന്ന്, മാതാക്കളുടെ ശുദ്ധീകരണമാണ് സത്യത്തിൽ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മമാർ തൻ്റെ ശുദ്ധീകരണ കാലം തികയുമ്പോൾ കുഞ്ഞുങ്ങളെ പരിച്ഛേദനത്തിനായിട്ട് ആദ്യജാതൻ്റെ സമർപ്പണത്തിനായിട്ടും ദേവാലയത്തിൽ കൊണ്ടുവരണമെന്നുള്ള ചിന്തകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു പോകുന്നത്. ലേവ്യർ പുസ്തകം 12-ന്റെ 1 മുതൽ 8 വരെ നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ 3-ാമത്തെ വാക്യം 8-ാം ദിവസം കുട്ടിയെ പരിച്ഛേദനം ചെയ്യണമെന്ന് എഴുതിയിരിക്കുകയാണ്. അബ്രാഹാമിനോട് ദൈവം കൊടുത്ത ഉടമ്പടിയാണ്. അബ്രാഹാമിന് ദൈവം നൽകിയ വാഗ്ദാനമാണ്. ഉൽപ്പത്തി പുസ്തകം 17:12 നമ്മൾ വായിക്കുന്നത്, നിങ്ങളിൽ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവർ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. ലേവ്യർ പുസ്തകം 12-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് നിയമം. കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിന് വേണ്ടി 1 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ ദഹനബലിക്കായും ഒരു ചങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുമ്പാകെ കൊണ്ടുവരണം. 7-ാം വാക്യം പറയുന്നു, അപ്പോൾ അവൾ രക്തസ്രാവത്തിൽ നിന്ന് ശുദ്ധിയാകും. 2 ബലിയർപ്പിക്കാനാണ് പറയുന്നത്. ഒന്ന്, ആട്ടിൻകുട്ടിയെ, 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയെ ദഹനബലിയും ഒരു ചങ്ങാലിയെയോ പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുമ്പാകെ കൊണ്ടുവരണം. 8-ാമത്തെ വാക്യം പറയുന്നു, ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ഒന്ന് ദഹനബലിക്കും മറ്റേത് പാപപരിഹാര ബലിക്കും. പുരോഹിതൻ അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൾ ശുദ്ധയാകും. ഇവിടെ ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ നാളുകളിലും ഇന്നത്തെ പോലെ തന്നെ പാവപ്പെട്ടവരും ദരിദ്രരും അതിദരിദ്രരും സാധാരണക്കാരും അതിസമ്പന്നരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് ഊഹിക്കാം. ചരിത്രം അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഒരു ദരിദ്രയായ വിധവ തൻ്റെ സമ്പത്ത് മുഴുവൻ ഭണ്ഡാരപ്പെട്ടിയിലിട്ടു എന്ന് യേശു പറയുന്നുണ്ടല്ലോ. ധനവാന്മാർ അവരുടെ ഉള്ളതിൽ നിന്ന് എടുത്തിട്ടു എന്നും പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ 22 മുതൽ 24 വരെ വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. കടിഞ്ഞോൽ പുത്രരൊക്കെയും മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ
അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലി അർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവർ അങ്ങനെ ചെയ്തത്. കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞതനുസരിച്ച് അവർ എന്ത് ചെയ്തു? ചങ്ങാലികളെയും പ്രാവിൻ കുഞ്ഞുങ്ങളെയും അർപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ പ്രാവിൻ കുഞ്ഞുങ്ങളെ അർപ്പിക്കണം. സാമ്പത്തികമുള്ളവരാണെങ്കിൽ കുട്ടിയെ അർപ്പിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ധ്യാന വിഷയം, പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു ജോഡി ചങ്ങാലികളെയും 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയാണ് ബലി അർപ്പിച്ചിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എന്താണ്? ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുവാനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ല എന്നുള്ളതാണ്. അവർ ദരിദ്ര പാവപ്പെട്ടവരായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജനനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയമായി സമ്പന്നരാകണം, ഭൗതികമായ സമ്പന്നതയേക്കാൾ എന്നാണ്. അതുകൊണ്ട് ഭൗതികമായ സമ്പത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ദേവാലയത്തിൽ പോകാതിരിക്കുകയോ കൽപ്പിക്കപ്പെട്ട നേർച്ച വഴിപാടുകൾ കഴിക്കാതിരിക്കുകയോ ചെയ്യരുതെന്നൊരു സൂചന ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് നമ്മൾ കൊടുത്താൽ ദൈവം സ്വീകരിക്കും. അതുകൊണ്ട് ദൈവത്തിന് നേർച്ച കാഴ്ച അർപ്പിക്കുന്നതിന് ഒരു മത്സരത്തിൻ്റെ ആവശ്യമില്ല. കടമ്പേനൊക്കെ മേടിച്ച് ആട്ടിൻകുട്ടിയെ തന്നെ കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇതിലൂടെ പറയുന്നില്ല. പക്ഷേ ഒരേ ഒരു നിർബന്ധം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ സാധ്യതയ്ക്കനുസരിച്ചുള്ള ദൈവിക കൽപ്പനകൾ നിറവേറ്റിക്കൊള്ളണമെന്നുള്ളതാണ് അതിനകത്ത് രത്നച്ചുരുക്കം. കഴിവെന്താണോ അതനുസരിച്ച് ചെയ്താൽ മതി. നമുക്കെല്ലാം മാതൃകയായിരിക്കാൻ വേണ്ടി യേശുവിൻ്റെ അമ്മ എല്ലാ പാവപ്പെട്ടവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ബലിയർപ്പിക്കുവാനുള്ള അവകാശവും അവസരവും ഉണ്ടാകുന്നതിന് വേണ്ടി ആ കുറുപ്രാവിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുപോയതെന്ന് ബൈബിൾ വ്യക്തമാണ്. അവിടെ ഇത്രയേറെ അത്ഭുതം നടത്തിയിട്ടുള്ള യേശുവിന് ഒരത്ഭുതം, ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുപോയി ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള ഒരു അത്ഭുതം അവൻ്റെ ഏത് പ്രായത്തിലും നടക്കുമെന്നുള്ളത് സത്യമാണ്. കന്യക ഗർഭം ധരിക്കുമെങ്കിൽ അതൊരു അത്ഭുതമാണെങ്കിൽ, അതൊരു ദൈവിക പ്രവൃത്തിയാണെങ്കിൽ, സമ്പത്തില്ലാത്ത വീട്ടിൽ ദൈവത്തിന് വേണ്ടി ബലി അർപ്പിക്കുവാൻ ഒരു ആട്ടിൻകുട്ടി ഉണ്ടാകുക എന്നുള്ളത് നിസ്സാര കാര്യമാണ്. ഒരത്ഭുതം അവിടെ ഉണ്ടാകാം. അബ്രാഹാമിൻ്റെ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ബലിയെ ദൈവം സ്വീകരിച്ചുകൊണ്ട് ഇസഹാക്കിനെ കെട്ടഴിച്ചു വിടുവാനും, എന്നാൽ മുൾപ്പടർപ്പിൽ ഉടക്കിക്കിടക്കുന്ന ആട്ടിൻകുട്ടിയെ അബ്രാഹാം കാണുകയും അവിടെ ബലിയർപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ആട്ടിൻകുട്ടിയെ കിട്ടുക എന്നുള്ളത് പരിശുദ്ധ കന്യകാമാതാവിന് നിസ്സാരമായ കാര്യമാണ്. പക്ഷേ അതിലൊന്നും ശ്രദ്ധ വെക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ പാവപ്പെട്ടവരും ദൈവത്തിന് അവനവൻ്റെ ഉള്ളതിൽ നിന്ന് ഭംഗിയായി ചെയ്യണമെന്നുള്ള ആഗ്രഹം. മാമോദിസായ്ക്കൊക്കെ ആവശ്യമായ പൈസയോ സാമ്പത്തിക കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് വൈകിപ്പോകുന്നവരുണ്ട്. ശുദ്ധീകരണ കാലം കഴിഞ്ഞിട്ടും ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടും മാമോദിസായെ വഹിക്കുന്നവരുണ്ട് സാമ്പത്തികമില്ലാത്തതുകൊണ്ട്. അത് പാവപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് നമുക്കതൊക്കെ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവർ, പരമപ്രധാനമായ കാര്യം ദൈവത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മളും നമ്മുടെ മക്കളും നമ്മൾ എന്ത് കൊടുത്തു
എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് കൊടുക്കേണ്ടത് എന്നതിനേക്കാൾ ഉപരി കൊടുക്കുന്നത് ചെറുതായാലും വലുതായാലും ഹാബേലിനെ പോലെ കൊടുക്കുവാൻ കഴിയണം. ഹാബേൽ തൻ്റെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളിൽ കൊടുത്തുവെന്നാണ്, അതിൻ്റെ കൊഴുപ്പ് ഏറിയ ഭാഗം കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കായൻ തൻ്റെ വിളവിൻ്റെ ഒരു ഭാഗം കൊടുത്തു എന്നും പറയുന്നു. ഇപ്പോൾ കായൻ്റെ ബലിയിൽ ദൈവം പ്രീതിപ്പെട്ടില്ല, ഹാബേലിൻ്റെ ബലിയിൽ ദൈവം പ്രീതിപ്പെട്ടു. ഉൽപ്പത്തി 4:4 ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളും അവിടുന്ന് പ്രസാദിച്ചു. സമൃദ്ധമായി ആഡംബരങ്ങളോടുകൂടിയല്ല, ദൈവത്തിന് പ്രീതികരമാകുന്ന വിധം തനിക്കുള്ളതിൽ നിന്ന് തനിക്ക് മുൻതൂക്കം തോന്നുന്നത്, തനിക്ക് വലുതെന്ന് തോന്നുന്നത് ദൈവത്തിന് കൊടുത്തു എന്നുള്ളതാണ്. ഇവിടെയാണ് ലേവ്യ പുസ്തകം 22:17 പറയുന്നതും ന്യൂനതയില്ലാതെ സമർപ്പിക്കണമെന്നാണ്. ലേവ്യർ 22:17 മുതൽ 21 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് ന്യൂനതയില്ലാതെ, കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ എടുത്ത ഊനമറ്റ ഒരു ആൺമൃഗമായിരിക്കും, ന്യൂനതയുള്ള ഒന്നിനെയും കാഴ്ചവെക്കരുത്, അത് സ്വീകാര്യമാകുകയില്ല. അപ്പോൾ ഇതിലൂടെ നമുക്ക് കർത്താവ് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ളതൊന്നും വേണ്ട, ഏറ്റവും ആഡംബരം വേണമെന്നില്ല, എന്താണോ കഴിയുന്നത് അതിൽ ന്യൂനതയില്ലാത്തതായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ ബലിയർപ്പണത്തിൽ ഞങ്ങളുടെ പണം കൊണ്ടോ ഞങ്ങളുടെ ഭൗതിക വസ്തുക്കളുടെ വലിപ്പം കൊണ്ടൊന്നുമല്ല അങ്ങ് പ്രീതനാകുന്നത്. ഞങ്ങൾ കാഴ്ചവെക്കുന്നത് ഞങ്ങൾ ദരിദ്രരാണെങ്കിലും ഞങ്ങളുടെ സമ്പൂർണ്ണ സമർപ്പണമാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ മനസ്സിലാകുന്നു. യേശുവേ, അതുകൊണ്ട് കർത്താവിൻ്റെ ദേവാലയ പ്രവേശനത്തിൻ്റെ ഈ ഓർമ്മ ദിവസം അതിനെ ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് ശ്രേഷ്ഠമായ ഒരാരാധന തിരുസന്നിധി നടത്തുവാൻ, ശ്രേഷ്ഠമായ വഴിപാടുകൾ അർപ്പിക്കുവാൻ, ഉള്ളതിൽ നിന്ന് അർപ്പിക്കുവാൻ, നാളെ ആകട്ടെ എന്ന് മാറ്റിവെക്കാതെ ഇന്നിൻ്റെ ദാരിദ്ര്യത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വായന 2 ശമൂവേൽ 5-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളാണ്. തുടർന്ന് അതിൻ്റെ 17 മുതൽ 21 വരെ വാക്യങ്ങളുമാണ്. ശമൂവേലിൻ്റെ പുസ്തകം 2-ാം പുസ്തകം 5-ാം അധ്യായം. ദാവീദിൻ്റെ രാജ്യത്വത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ദാവീദ് ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായിട്ട് അവിടെ വരണമെന്ന് ജനം ദാവീദിനോട് പറയുന്ന ഭാഗമാണത്. ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങളും 14-ന്റെ 1 മുതൽ 7 വരെ വാക്യങ്ങളൊക്കെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് അവസാന ഭാഗം വരുമ്പോൾ അവിടെ ആദ്യം പറയുന്നത്, ശൗൽ രാജാവായിരുന്നപ്പോൾ പോലും നീ എത്ര ഇസ്രായേലിനെ നയിച്ചതെന്നാണ്. ഒരു രാജാവ് നിലവിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു പൊതുസമ്മതനായിരുന്നു, ഒരു പൊതുപ്രവർത്തനമായിരുന്നു ദാവീദിൻ്റെതെന്ന് ഇവിടെ ജനങ്ങൾ വന്ന് പറയുകയാണ്. ഇസ്രായേൽ ഗോത്രങ്ങൾ ഒന്നടങ്കം വന്ന് പറയുകയാണ് ദാവീദിൻ്റെ അടുത്ത് വന്ന്, നീ
ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മാംസവുമാണെന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൻ്റെ സ്വന്തമാണ്. ഒരു രാജാവും ജനങ്ങളും അത്രമാത്രം സ്വന്തമായിരിക്കുന്നു എന്ന തോന്നലാണ്. ഇവിടെ ശൗലും ജനങ്ങളും അങ്ങനെ ഒരു തോന്നലിലല്ല. ദാവീദും ജനങ്ങളുമാണ് അങ്ങനെ സ്വന്തമെന്ന് തോന്നുന്ന അനുഭവം അവർ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിൽ നീ ഇടയനും അധിപനുമായിരിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവർ പറയുകയാണ്, ദൈവകൽപ്പന പ്രകാരമാണ് നീ രാജാവാകേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ അവർ ദാവീദിന് 30 വയസ്സുള്ളപ്പോൾ അവൻ രാജ്യഭാരമേറ്റു. 40 വർഷം ഭരിച്ചു. ഹെബ്രോണിൽ ഏതായി 7 വർഷവും 6 മാസവും ഭരിച്ചു. ജെറുസലേമിൽ ഇസ്രായേലിനെയും യൂദായെയും 33 വർഷവും ഭരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ 6-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: രാജാവും സൈന്യവും ജെറുസലേമിലേക്ക് ജബൂസ്യർക്കെതിരെ പുറപ്പെട്ടു. ദാവീദിന് അവിടെ കടക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് അവർ അവനോട് പറഞ്ഞു, നിനക്കിവിടെ കടക്കാനാവില്ല, നിന്നെ തടയാൻ കുരുടനും മുടന്തനും മതി. ദാവീദിനെ അത്ര നിസാരമായി ശത്രുജനങ്ങൾ കാണുകയാണ്. നിനക്ക് ഈ നാട്ടിൽ കടക്കാൻ പറ്റുകയില്ല, നിന്നെ തടയാൻ കുരുടനും മുടന്തനും മതിയെന്ന് പറയുക. വളരെ നിസ്സാരമായിട്ടാണ്. ഒരിക്കൽ ഫെലിസ്ത്യരുടെ വല്ലനായ ഗോലിയാത്തും അങ്ങനെ പറഞ്ഞു, ഹീറ ചെറുക്ക, നിന്നെ ഇന്ന് കാക്കകൾക്ക് ഞാൻ ആഹാരമായി നൽകുമെന്ന്. മറ്റുള്ളവരെ അല്ലെങ്കിൽ അധികാരങ്ങളെ ആക്ഷേപിച്ച് കാണുന്ന, ദൈവവിളിയെ ചെറുതാക്കി കാണുന്ന, ദൈവവിളിയിലേക്ക് പ്രവേശിക്കാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറയുന്നവരൊക്കെ സൂക്ഷിക്കേണ്ട ഒരു വചനമാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണല്ലോ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ പല വെല്ലുവിളികളും ദേവാലയത്തിനകത്താണ്. പല വെല്ലുവിളികളും ദേവാലയ മുറ്റത്താണ്. പല പിടിച്ചടക്കലുകളും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ശാഠ്യങ്ങളൊക്കെ മറ്റുള്ളവരെ വളരാൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല. ഓർത്തുകൊള്ളണം, ഇതൊക്കെ ദൈവനിഷേധമാണ്, ദൈവത്തോടുള്ള വെല്ലുവിളികളാണെന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തോട് വെല്ലുവിളിക്കുന്നവർക്ക് സ്വസ്ഥത, സമാധാനം കിട്ടുക ഭാവിയിൽ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിയുക. ദാവീദ് വീണ്ടും ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഫെലിസ്ത്യർ അവനെതിരെ പുറപ്പെട്ടു. അത് കേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ഫെലിസ്ത്യർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഫെലിസ്ത്യർക്കെതിരെ ഞാൻ പുറപ്പെടണമോ? അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? പുറപ്പെടുക, ഫെലിസ്ത്യരെ തീർച്ചയായും ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. കർത്താവ് ദാവീദിനോട് അരുളി ചെയ്തു. ദാവീദ് ബാൽപെരാസീമിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പിൽ ചിതറിച്ചു എന്നവർ പറഞ്ഞ്, അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപെരാസീം എന്ന് പേരുണ്ടായി. ഇവിടെ ദാവീദിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ദാവീദ് ഫെലിസ്ത്യ ദേശത്തുള്ള മനുഷ്യരെ ഭയന്നിട്ട് കോട്ടയ്ക്കകത്ത് കയറി ഒളിച്ചുവെങ്കിലും അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഈ ജനത്തെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? ദൈവം പറഞ്ഞു, തീർച്ചയായിട്ടും തരും. നമ്മുടെ ജീവിതത്തിലും പല പ്രശ്നങ്ങളെ നേരിടുമ്പോൾ, പല പ്രതിസന്ധികളെ നേരിടുമ്പോൾ നമ്മൾ ദൈവത്തോട് ആദ്യമൊക്കെ നമുക്ക് ഭയം തോന്നാം. പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാമെന്നുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒളിച്ചിരിക്കാം. പക്ഷേ ഈ സമയത്തൊക്കെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഈ വിഷയം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം?
ഇത് തോൽക്കുമോ ജയിക്കുമോ? എൻ്റെ ജീവിതത്തിലൊരു അനുഭവം പങ്കുവെക്കാനുണ്ട് അതുവഴി. നമ്മുടെ പ്രത്യാശ ഭവനിലെ ഒരു ചെറുപ്പക്കാരനായൊരു മകൻ പെട്ടെന്ന് അസുഖബാധിതനായി ഹോസ്പിറ്റലിലായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവനെ ചികിത്സിക്കുന്ന ഡോക്ടർ അവിടെ ഇല്ല, അദ്ദേഹം ദൂരദേശത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ രോഗിയെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, പലപ്പോഴും മാനസിക രോഗത്തിൻ്റെ മരുന്ന് പുതുതായിട്ട് എഴുതിയൊക്കെ ഉപയോഗിക്കുമ്പോൾ, മരുന്ന് ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കൂടുതൽ ഉറക്കമുണ്ടാകും, ചിലപ്പോൾ ശരീരം തളർന്നു പോലെ ക്ഷീണത്തിനാകും. ഇവന് കൊണ്ടുചെന്നവർ പറഞ്ഞു, ഇന്നലെ കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്നു, മരുന്ന് മാറിക്കൊടുത്തു. ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ് സാധ്യത, ആളെ ഉറക്കം വിടണില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരവിടുത്തെ വേണ്ടപ്പെട്ടവർ ചികിത്സിക്കുന്ന ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു. ഡോക്ടർ അതിൻ്റെ സഡേഷൻ മാറാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. ആ ഇഞ്ചക്ഷൻ എടുത്തു. മണിക്കൂർ കഴിയുമ്പോൾ അത് മാറ്റം വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസമായിട്ട് മാറ്റം വന്നിട്ടില്ല. കുറച്ച് മാത്രമല്ല, വായിൽ നിന്ന് നൊരയും പതയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറൊക്കെ നമ്മളോട് പറഞ്ഞു, ഒരു ഞായറാഴ്ച ദിവസമാണ്. എന്നോട് പറഞ്ഞു ആള് മരണാസന്നനാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇയാൾ മരിക്കുമെന്നാണ് പറയുന്നത്, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. ഇവർ ആശുപത്രിക്കാരാണെങ്കിൽ വേറെ ഡോക്ടർമാരെ ഫിസിഷ്യനൊന്നും കാണിച്ചിട്ടുമില്ല. വളരെ ആപൽഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്ന് ദേവാലയത്തിനകത്ത് കയറി മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവൻ്റെ ആയുസ് അങ്ങെടുക്കുന്നതാണോ? ഇവൻ മരിക്കുമോ? ഞാനൊരു തുണ്ട് കടലാസ് എടുത്ത് എഴുതി ഇങ്ങനെ, ഈ മകൻ മരിക്കും, ഇവൻ മരിക്കില്ല. 2 കടലാസിൽ എഴുതി വീട്ടിലുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിച്ച് ആ നറുക്കെടുത്തു. അപ്പോൾ ഇവൻ മരിക്കില്ല എന്ന് കിട്ടി. ഞാൻ ഉടനെ ഈ ദൂരത്തേക്ക് ടൂർ പോയിരിക്കുന്ന ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, ഇന്നേക്ക് 24 മണിക്കൂർ കഴിഞ്ഞു, രംഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്, ആശുപത്രിക്കാരോട് ശ്രദ്ധയും കൊടുക്കുന്നില്ല, മരുന്നിൻ്റെ സജഷനാന്ന് പറഞ്ഞു, സാറ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫിസിഷ്യനെ കാണിക്കണം. അവൻ്റെ രോഗം, അവൻ മരിക്കുകയാണെങ്കിലും അവൻ്റെ രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മരിക്കണം. എൻ്റെ ഉള്ളിലെ വിശ്വാസമാണ്, കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുകയാണ്, അവൻ മരിക്കില്ല. ഞാൻ ഈ വിശ്വാസത്തിലാണ് ഡോക്ടറോട് പറയുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഡോക്ടർ അതെങ്ങനെ ഉൾക്കൊള്ളും, ആശുപത്രിക്കാരതെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് സന്ദേഹമുള്ളത് കൊണ്ടാണ് അവൻ്റെ രോഗം എന്താണെന്ന് അറിഞ്ഞ് അവന് മരണമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, എത്ര രൂപ ചിലവ് വന്നാലും നമ്മൾ അവർക്ക് കൊടുക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ ഒരുപാട് പൈസയൊക്കെ ചിലവായാൽ ഈ ദാരിദ്ര്യ സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയില്ലെന്ന് ഓർത്തിട്ടാണോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചികിത്സിക്കുന്ന സ്ഥാപനമാണ്. എങ്കിലും അവിടെയൊക്കെ കുറേ കടവും ബാധ്യതയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ എന്തായാലും അതിൻ്റെ അധികാരപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞു. അപ്പം തന്നെ അതിൻ്റെ മറ്റ് സ്കാനും കാര്യങ്ങളെല്ലാം ചെയ്തു. പ്രിയമുള്ളവർ, ഞാനീ പറയുന്നത് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഒരു 12 മണി 1 മണി സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി റിസൾട്ട് വന്നു. ഇവന് തലച്ചോറിൽ പൂപ്പൽ ബാധിക്കുന്ന മെനഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ രോഗമാണ്.
പെട്ടെന്ന് ചികിത്സകളെല്ലാം ആരംഭിച്ചു. 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് ബോധം വീണു. ഇന്നും അവൻ ആയുസ്സും ആരോഗ്യത്തോടു കൂടെ നമ്മുടെ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ ജോലിയൊക്കെ ചെയ്ത് ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നു. പ്രിയമുള്ളവരെ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ആപത്ത് വരുമ്പോഴും ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ദൈവമേ നീ അറിഞ്ഞാണോ, നീ ഇടപെടുമോ എന്ന് ചോദിക്കുവാനുള്ള ഒരു ആത്മധൈര്യവും ഒരു സഹവർത്തിത്വവും നമുക്ക് ദൈവത്തോടു കൂടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതത്തിൽ 30-ാമത്തെ വയസ്സിൽ രാജ്യഭാരമേറ്റ് ദാവീദ് എല്ലാ കാര്യങ്ങളിലും, കുറവുകളൊക്കെ ധാരാളം അദ്ദേഹത്തിനുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ചോദിച്ചും, ഇനി ദൈവത്തോട് ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വല്ലതും ചെയ്യുമ്പോൾ ദൈവം അത് തിരഞ്ഞു കണ്ടുപിടിച്ച് അവനെ ബോധ്യപ്പെടുത്തുമ്പോഴൊക്കെയും തിരുത്താനും തയ്യാറായി ദൈവത്തിൻ്റെ സ്നേഹിതനായി ജീവിച്ചു. അതുകൊണ്ട് ദാവീദിൻ്റെ സിംഹാസനം എന്നേക്ക് നിലനിൽക്കുന്ന സിംഹാസനമായ യേശു ക്രിസ്തുവിലൂടെ ദൈവം ക്രമീകരിച്ചു. ഹല്ലേലൂയ. ഇപ്പോൾ എന്നെ കേൾക്കുന്ന യുവമക്കളെ, ദാവീദിൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നമ്മളും സ്വന്തമാക്കാൻ ശ്രമിക്കണം. 3-ാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിലാണ് തുടങ്ങുന്നത്. ഒറ്റ വാക്യമുള്ളൂ അതിൽ. പിന്നെ 11 മുതൽ 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളാണ്. അപ്പോൾ ഈ 33-ാമത്തെ വാക്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, 10-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും, ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും, ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡ ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും, ലബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. അർത്ഥം എത്രയേ ഉള്ളൂ. എത്ര ഉന്നതനാണെന്ന് പറഞ്ഞു നിൽക്കുന്നു, എത്രമാത്രം ശക്തനാണെന്ന് പറഞ്ഞു നിൽക്കുന്നു. ദൈവത്തോടു കൂടെയല്ല എങ്കിൽ എല്ലാറ്റും നിലംപരിശാകുമെന്ന് അറിയുകയാണ്. നാം എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക എന്ന കർത്താവിൻ്റെ വചനത്തെ ഓർക്കുക. കാരണം കർത്താവ് തന്നെയും എത്രമാത്രം ഉന്നതനായിരുന്നിട്ടും അത്രമാത്രം ചെറുതായി. അതിൽ ചിന്തിച്ചതുപോലെ ഒരാട്ടിൻകുട്ടി പോലും ഇല്ലാതെ 2 കുറുവിരാവിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വരേണ്ട എളിമയും ദരിദ്രനും ഒക്കെയായി മാറിയ ദൈവത്തെ അനുസ്മരിക്കുക. 11-ാമത്തെ അധ്യായം നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളതാണ്. ജസ്സയുടെ കുറ്റിയിൽ നിന്ന്, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും, അതിൻ്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെ ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെ ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദമുള്ളും കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എല്ലാ എളിയവനോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവിടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ 8-ാം നാൾ ശുദ്ധീകരണ നിയമമനുസരിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്നിരുത്തി കിടത്തിയിരിക്കുന്ന ഈ കുഞ്ഞിനെക്കുറിച്ചാണ് പ്രവാചകൻ മുൻകൂട്ടി
അരുളി ചെയ്തിരിക്കുന്നത്. വലിയ നീതിബോധത്തോടെ ജനത്തെ നയിക്കുമെന്ന്. ഹല്ലേലൂയ. നീതിയുള്ള ഒരു രാജാവാണ്. യിരെമ്യാപ്രവചനം 23-5 വാക്യവും റോമാലേഖനം 15 അധ്യായത്തിൻ്റെ 12 വാക്യവും യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 32-33 വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 10 അധ്യായത്തിൻ്റെ 38 വാക്യങ്ങൾ, കൊലോസ്യർ 2:3 ഈ വചനങ്ങളൊക്കെയും ഇതിന് ബലമായി നിൽക്കുന്ന വചനങ്ങളാണ്. ഇവിടെ 3-ാമത്തെ വായനയിൽ യെശയ്യാപ്രവാചകനോട് അരുളി ചെയ്ത ഈ ശിശു ഇന്ന് നമുക്ക് വേണ്ടി നമ്മളോടൊത്ത് വിശുദ്ധ ആരാധനയിൽ വിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഈ ശിശുവിൻ്റെ യെശയ്യാപ്രവചനം 11:1 മുതൽ പറഞ്ഞ തിരുവചനങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണം. പ്രിയമുള്ളവരെ, ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് നാളെ കേൾക്കാം. അടുത്ത എപ്പിസോഡിലൂടെ ലേഖനങ്ങളിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രവാചക പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചു കേട്ട ഭാഗങ്ങളും ശമൂവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ട ഭാഗങ്ങളും ലേവ്യ പുസ്തകത്തിൽ നിന്ന് കേട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദാരിദ്ര്യമോ സമ്പന്നതയോ അല്ല അവിടെ നിന്ന് കണക്കിടുന്നത്, ഞങ്ങളുടെ സമർപ്പണവും വിശ്വസ്തതയുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ കഴിവുകളോ ആരോഗ്യമോ അല്ല ദൈവം ചോദിക്കുന്നവർക്ക്, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് കൃത്യമായി ഉത്തരം നൽകി ദൈവം നയിക്കുമെന്ന ദാവീദിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങളും പോകണമെന്ന് ഞങ്ങൾ ഈ സമയം ആഗ്രഹിക്കുന്നു. ഒരു ശിശു ഇവരെല്ലാം മേയ്ക്കുമെന്ന് പ്രവാചകനോട് അരുളിച്ചപ്പോൾ 2 ചങ്ങാലിയും 2 കുറുപ്രാവിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്ന പരിശുദ്ധ അമ്മയെയും യോസേപ്പ് പിതാവിനെയൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഈ സമയം എൻ്റെ തന്നെ ദാരിദ്ര്യത്തിൽ, അതിൻ്റെ തന്നെ കഷ്ടതയിൽ സമർപ്പിക്കുകയാണ്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടുമെന്ന് കൊച്ചുകുഞ്ഞു ദേശിയെ പോലെ ഞങ്ങളും പറയുകയാണ്. വളരെ സങ്കടങ്ങളിലും വലിയ ദാരിദ്ര്യത്തിലൊക്കെ മാതാവായിരിക്കുമ്പോൾ തന്നെയും ഈയൊരു കാര്യങ്ങളെല്ലാം ദേവാലയത്തിൽ വെച്ച് നിറവേറ്റപ്പെടുന്ന അനുഭവം ഞങ്ങൾക്ക് ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെല്ലാം ഉണ്ണീശോയെ നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ മാതാപിതാക്കന്മാർ വേർപിരിഞ്ഞ് നിൽക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനാഥരായി ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉറ്റവരോടൊക്കെ ഉണ്ടായിട്ടും ശ്രദ്ധിക്കപ്പെടാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രസവിച്ചപ്പോൾ മുതൽ രോഗാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും, പ്രത്യേകിച്ച് പ്രസവിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിചരണങ്ങളിലായി ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പല കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളാലും എല്ലാവരും നിറയ്ക്കണമേ. സകല പ്രാർത്ഥനകളും സമർപ്പണങ്ങളും എല്ലാം യേശുവേ അങ്ങ് സ്വീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ,
അവിടുത്തെ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളെ അവിടുന്ന് ചേർത്ത് നിർത്തുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. ആയത് പരിശുദ്ധാമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയോട് ചേർത്ത് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ.